ഇനി ഒരിക്കൽ കൂടി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഒരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. BJP അണികളും ഒപ്പം തന്നെ അതിൻ്റെ സഹയാത്രികരുമൊക്കെ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മോദിക്ക് പിൻഗാമിയായിട്ട് ആരാണ് വരാൻ പോകുന്നതെന്ന്. യോഗി ആദിത്യനാഥ് മുതൽ പലരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുമ്പോഴും ഒക്കെ BJP മൗനം പാലിക്കാറാണ് സാധാരണ പതിവ്. എന്നാൽ കുറച്ച് നാൾക്ക് മുമ്പ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു RSSൻ്റെ ഒരു തീരുമാനം 2029 മോദി മത്സരിക്കണമെന്നാണ്. ഏതായാലും അത്തരത്തിൽ BJP-കാരൊന്നും പറഞ്ഞിരുന്നില്ല എങ്കിൽ ഇപ്പോഴത്തെ അമിത്ഷാ കേജ്രിവാളിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. കേജ്രിവാൾ ഇന്ന് പറഞ്ഞത് മോദിയുടെ പിൻഗാമിയായ അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നാണ്. ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് മോദി 2029 മത്സരിക്കും. 75 വയസ്സിന് ശേഷം വിരമിക്കണമെന്ന് പാർട്ടി ഭരണഘടനയിൽ പറയുന്നില്ല. അത് ഞങ്ങൾ ഒരു കീഴ്വഴക്കമാണ്, ഞങ്ങളുടെ ഒരു മനസാക്ഷിക്കനുസരിച്ചുള്ള കീഴ്വഴക്കമാണ്. 75 കഴിഞ്ഞവർ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇരിക്കരുത് എന്നുള്ളത്. അങ്ങനെ യാതൊരുവിധ നിയമങ്ങളും ഭരണഘടനയിലില്ല. അതായത് മൂന്നാമതും മോദിക്ക് ഒരു ഊഴം നൽകുന്നത് ഉറപ്പാണ് എന്ന് അമിത്ഷാ പറയുന്നു. മൂന്നാമതും മോദി തന്നെ മത്സരിക്കും. മോദി അല്ലാതെ മറ്റൊരു നേതാവിനെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് മൂന്നാമതും മോദി എന്നുറപ്പിച്ച് BJPയും അമിത്ഷായും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.